എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറെ വ്യത്യസ്തം നിറഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. തൃശ്ശൂർ ജില്ലയിൽ വിയ്യൂർ കുറ്റിമുക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫാദർ ഡേവിസ് ചക്കാലക്കലിൻ്റെ അതിമനോഹരമായ ഡോങ്കി ഫാമിലാണ് നമ്മളുള്ളത്. ധാരാളം കഴുതകളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ അപൂർവമാണ് ഇങ്ങനെ ഒരു കാഴ്ച. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ വീഡിയോയിലേക്ക്. നമസ്കാരം ഫാദറെ. ഈ ഫാമിനെ കുറിച്ച് വളരെ വിശദമായി ഫാദർ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? സ്നേഹമുള്ളവരെ, തൃശ്ശൂർ ജില്ലയിൽ കുറ്റുമുക്ക് എന്ന സ്ഥലത്ത് ഇപ്പോൾ ഫാം പാർക്ക് ഇന്ത്യ ഡോങ്കി ഫാം അത് നിലകൊള്ളുന്നു. എനിക്കിപ്പോൾ 45 കഴുതകളുണ്ട്. 39 പെൺകഴുതകളും 6 ആൺകഴുതകളും. അതിലേറ്റവും ബലിഷ്ഠനായ ഏഷ്യാറ്റിക് വൈൽഡ് ഡോങ്കി എന്ന് പറയുന്ന പ്രിൻസ് എന്ന കഴുതയുടെ അരികിലാണ് ഇപ്പോൾ നിലകൊള്ളുക. വളരെ ബലിഷ്ഠനാണ്. പലരും ചോദിക്കും, ഇത് കുതിരയാണോ എന്ന് ചോദിക്കാറുണ്ട്. കുതിരയുടെ എല്ലാ ഫീച്ചേഴ്സുള്ള നല്ല ഉയരവും ബലിഷ്ഠനായ ഇവനാണ് ഈ ഫാമിലെ ശ്രേഷ്ഠനായ അംഗം. ഇതൊരു ഹൈബ്രിഡ് ഐറ്റമാണ്. ഈ ഹൈബ്രിഡ് ഐറ്റത്തിൽ ഏകദേശം ഒരു 6 ഫീമെയിൽ ഡോങ്കീസ് ഇവിടെയുണ്ട്. പിന്നെ നാടൻ കഴുതകൾ വെറൈറ്റികൾ പറയുകയാണെങ്കിൽ 3-4 വെറൈറ്റികളുണ്ട്. എല്ലാം കൂടി 45 എണ്ണം ഇവിടെ സ്വസ്ഥമായും ശാന്തമായൊക്കെ കഴിഞ്ഞു പോകുന്നു. കഴുതകളുടെ ഒരു വളർച്ച അല്ലെങ്കിൽ പരിപാലനം എന്നതിലേക്ക് അച്ഛനെങ്ങനെ എത്തിയെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക് ആദ്യം അറിയേണ്ടത്. കഴുതകളുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ ആരും പ്രത്യേകം ആദ്യം ശ്രദ്ധിക്കില്ല. കഴുതകൾ എന്ന് പറഞ്ഞ് തള്ളുന്നത് പോലെ തന്നെ ഈ മൃഗവംശത്തിലെ കഴുതകളെയും കേരളീയരൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടില്ല. കേരളത്തിൽ അധികം ഫാമുകൾ എന്ന് പറയാൻ തന്നെ ഇല്ല. എൻ്റെ 1-2 ഫ്രണ്ട്സിൻ്റെ ഫാമുകൾക്ക് ശേഷം ഏറ്റവും അധികം കഴുതകളെ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഫാമാണ് ഈ ഫാം പാർക്ക് ഇന്ത്യ തൃശ്ശൂർ എന്ന ഈ ഫാം. ഇവിടെ ഏകദേശം 9 കഴുതകളുടെ പാലെടുക്കുന്നുണ്ട്. രാവിലെ ഏകദേശം ഒരു 8 മണിക്കും 9:30 ഇടയ്ക്ക് പാലെടുത്ത് കഴിയും. ആവറേജ് ഒരു 3.5 ലിറ്റർ 4 ലിറ്റർ പാല് എന്നും. ചില ദിവസങ്ങളൊക്കെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. അതൊക്കെ ഞങ്ങൾക്ക് അതിനുള്ള സെയിൽ പോസിബിലിറ്റീസ് ഉണ്ട്. അത്ര അധികം ആരും ചെയ്യാത്ത ഒരു കൃഷി രീതിയാണ് കഴുത വളർത്തൽ. അപ്പോൾ കർഷകനുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? പശു, ആട്, പോത്ത്, എരുമ തുടങ്ങിയിട്ടുള്ള ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ പരിപാലന കർഷകരുടെ അതിലേക്കുള്ള ശ്രദ്ധയൊക്കെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. കഴുതകളിലേക്ക് കർഷകർ ശ്രദ്ധ വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് ഈ ഇടയാണ്. ഏകദേശം 10 വർഷമായിട്ട് ഞാൻ കഴുതകളെ വളർത്തുന്നുണ്ട്. എണ്ണം കുറവായിരുന്നു. ഇടയാണ് അത് 35, ഇപ്പം 45ഓളം കഴുതകൾ എന്നിലുണ്ട്. കർഷകർക്ക് പൊതുവായിട്ട് ഉള്ള മെച്ചം ഈ കഴുത വളർത്തൽ കാർഷിക മേഖലയിൽ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ കാര്യം പാലാണ്. യൂട്യൂബിൽ വളരെയേറെ പ്രസിദ്ധി ആർജിച്ച് കിടക്കുന്ന 1 ലിറ്റർ പാലിന്, കഴുതപ്പാലിന് 7000 രൂപയുണ്ട്. ഞാനങ്ങനെ 7000 രൂപയ്ക്കൊക്കെ പാല് കൊടുത്തിട്ടുണ്ട്. രോഗികൾക്ക് വെറുതെ കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് ഒരു ആയുർവേദ ആചാര്യൻ വഴി കൊടുക്കുന്നുണ്ട്. രോഗികൾക്ക് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുടെയൊക്കെ ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് പാല് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കർഷകനുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ 1-ാം സ്ഥാനം നിൽക്കുന്നത് കഴുതപ്പാൽ തന്നെയാണ്. നല്ല വിലയേറിയ പാൽ, പ്രോട്ടീൻ കണ്ടൻ്റ് ഉണ്ട്. കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ പാലിന് തുല്യം മറ്റു രോഗങ്ങളിലേക്ക് നയിക്കുന്ന ഒരു എലമെൻറ്റും പാലിന്. അതുകൊണ്ട് പാലാണ് ആദ്യത്തെ കർഷകനുള്ള മെച്ചം. പാലല്ലാതെ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? മെഡിക്കൽ ലെവലിൽ പരമപ്രധാനമായ ഉപയോഗം കഴുതപ്പാലിനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രോഗികൾക്ക്.
രണ്ടാമത്തെ കോസ്മെറ്റിക് പർപ്പസിൽ കഴുതപ്പാൽ ധാരാളം, പ്രത്യേകിച്ച് ഗ്ലോ ഫേസ്, സ്മൂത്ത് സ്കിൻ ഒക്കെ. ഞങ്ങളുടെ തന്നെ ഫാമിൽ നിന്ന് സോപ്പ്, അതുപോലെ തന്നെ ഫേസ് ക്രീം, ലിപ് ബാം ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വെളിയിലേക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇല്ല, അത് സാങ്ഷൻ പ്രോസസ്സിങ്ങിലാണ്. ഓക്കെ. ഞങ്ങളുടെ കഴുതപ്പാലിൻ്റെ ഉപയോഗത്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഇത് പ്യുവർ കഴുതപ്പാൽ കൊണ്ട് നിർമ്മിച്ച സോപ്പാണ്. പ്യൂർ വൈറ്റ് അല്ലേ? പ്യൂർ വൈറ്റ്. ഇത് അലോവര, കറ്റാർവാഴ, കറ്റാർവാഴയുടെ. ഇത് തുളസി, രക്തചന്ദനം. ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് കഴുതപ്പാൽ ചേർത്ത് ധാരാളം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബ്രാൻഡ് നെയിം ഒക്കെ ആക്കിയിട്ട് ഇനി വെളിയിലേക്ക് കൊടുക്കാം. മീറ ഡോങ്കി മിൽക്ക് സോപ്പ് എന്നാണ് ബ്രാൻഡ് നെയിം. അത് സമൂഹത്തിലേക്ക് ഉടനെ തന്നെ എത്തും. സാങ്ഷനൊക്കെ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ കഴുതപ്പാലിൻ്റെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗം കഴിഞ്ഞാൽ കോസ്മെറ്റിക്, അത് ക്രീം, ലിപ് ബാം, കഴിഞ്ഞാൽ സോപ്പ് നിർമ്മാണം. ഞങ്ങളുടെ അടുത്തൊരു ലക്ഷ്യമാണ് കുട്ടികൾക്ക് സ്വീറ്റ്സ്, ഒപ്പം തന്നെ കേക്ക്, ദെൻ ഐസ്ക്രീം. ഇതുകൂടെ സാധ്യതകളുണ്ട് അല്ലേ? അപ്പോൾ സാധ്യതകൾ കഴുതപ്പാലിനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് കേന്ദ്ര സർക്കാർ ഇപ്പം കഴുത വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഓരോ സ്കീമുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് 50 പെൺകഴുതകളും 5 ആൺകഴുതകളെയും ചേർത്തൊരു ഫാം സെറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്താൽ 50 ലക്ഷം കിട്ടുന്നു ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇതുവരെയും വലിയ അപേക്ഷകരോ അതിനുള്ള മറുപടികളോ ഒന്നും ആയി കണ്ടില്ല. പിന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. മരിയ നിൽക്കുവനു ഒനുസേ. ഇത് എൻ്റെ മരിയ. വളരെ ഇണങ്ങാത്തൊരു വർഗ്ഗമാണ് കഴുതകളെന്ന് പറയും. പക്ഷെ ഞാൻ പേരിട്ടിട്ടാണ് ഈ 45 കഴുതകളെയും വളർത്തുന്നത്. ഇത് മരിയ. വളരെയേറെ പ്രാധാന്യമുണ്ട് ഇവൾക്ക്. എടി മരിയെ, പാലെടുക്കാമെന്ന് പറഞ്ഞ് ഈ കയറിലൊന്നിങ്ങനെ വെറുതെ ടച്ച് ചെയ്താൽ അവൾ എൻ്റെ കൂടെ തനിയെ നടന്നു വരും. പാലെടുക്കുന്നവരെ ഒരു ശല്യമില്ലാതെ നിൽക്കും. ഇണക്കി വളർത്താൻ പറ്റൂല്ലോ. നല്ല ഇണക്കമുള്ള ജീവിയാണ്. ഇണക്കി വളർത്തുന്നവൻ്റെ ശൈലിക്ക് അനുസരിച്ചാണ് ഇവർ ഇണങ്ങുള്ളൂ. ഞാൻ നന്നായിട്ട് ഇണക്കി വളർത്തുന്നത്. മരിയ, എടി മരിയ കുഞ്ഞെ, ഇങ്ങനെയൊന്നും ഒതുങ്ങി നിൽക്കില്ലേ. അത് ഇണങ്ങി നിൽക്കാൻ തക്ക രീതിയിൽ ഇണക്കവും പരസ്പരമുള്ള വഴക്കവും ഒപ്പം എന്നോടുള്ള വണക്കവും ഇവർ സൂക്ഷിക്കുന്നതാണ്. മരിയയുടെ മകനാണ് ജോസഫ്. ആൾക്ക് 7 മാസം പ്രായമുണ്ട്. ഇവളുടെ കുഞ്ഞാണത്. അമ്മയും കുഞ്ഞും ഒരുമിച്ച് മേയും. ജോസഫ് പിന്നെ അവർക്കൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുക. തിന്നുമ്പോൾ അത്രയും നമ്മൾ ചെന്നവരൊന്നും അധികം ഒന്നും തഴുകാറില്ല. ജോസഫ് ഏകദേശം മേഞ്ഞ് നടക്കാനായിട്ട് ഇവിടെ ഇതുണ്ടല്ലേ, പറമ്പുണ്ട് നല്ല. നമുക്കിവിടെ ഒരു ഈ സ്ഥാപനത്തിൻ്റെ കോമ്പൗണ്ടിൽ സ്ഥലമുണ്ട്. ഞങ്ങളുടെ ഫാം അധികം വൈകാതെ തന്നെ വലിയ ഹൈടെക് ലെവലിൽ അതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അത് പാലക്കാട് റൂട്ടിൽ മുടിക്കോട് നിന്ന് തിരിഞ്ഞ് കൂട്ടാല എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഹൈടെക് ലെവലിൽ ഫാം. അപ്പോൾ എണ്ണത്തിൽ കുറച്ച് വർദ്ധിപ്പിക്കാനുള്ള അല്ലേ? 100ഓളം കഴുതകളിലേക്ക് എത്തും. മറ്റു ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ ഇനങ്ങളും ഫാം പാർക്ക് ഇന്ത്യ തൃശ്ശൂർ എന്ന ഫാമിൽ ഉണ്ടാകും. അതിന് ഒരു പുതിയ കർഷകൻ കഴുത വളർത്താൻ ആരംഭിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു പുതിയ കർഷകൻ ഈ രംഗത്തേക്ക് വരുമ്പോൾ അതിന് 3 സ്റ്റേജ് ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, അതിൻ്റെ ഒരു നല്ല ഷെൽട്ടർ ഷെഡ്. ദെൻ അതിന് മേയാനായിട്ട് അനുദിനം ഇറങ്ങുന്ന ഒരു കോമ്പൗണ്ട് വോള്. സെക്കൻഡ്. തേർഡ്, പുല്ല് വളർത്തുന്ന ഒരു ഏരിയ. അപ്പം ഞാനിവിടെ 4+1, 8+1 2 സ്കീമിലാണ് പുതിയ ഫാമുകൾ തുടങ്ങാനായിട്ട് സഹായിക്കുന്നത്. 4+1 എന്ന് പറഞ്ഞാൽ 4 ഫീമെയിലും 1 മെയിലും. 4+1, 8+1 8 പെൺകഴുതകൾക്ക് 1 മെയിൽ എന്ന രീതിയാണ് ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ആശ്രയിച്ചു വരുന്നത്. നമ്മൾ വെളിയിലേക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? നമ്മളിവിടെ നിന്ന് ധാരാളം ഫാർമേഴ്സ് ഈ രംഗത്തേക്ക് വരുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് 4+1, 8+1 സ്കീമിൽ ഒരു 8-10 പുതിയ ഫാർമേഴ്സിന് ഇവിടെ നിന്ന് കഴുതകളെ അവൈലബിൾ ആക്കുന്നുണ്ട്. ഞങ്ങൾ 14 മാസം മുതൽ 18 മാസം വരെ പ്രായമുള്ള ഫീമെയിൽ ഡോങ്കികളെ മറ്റുള്ള ഫാമുകളിലേക്കും, അതുപോലെ തന്നെ 2 വയസ്സിനടുത്ത് പ്രായമുള്ള
മെയിൽ ഡോങ്കികൾ. അത് 8 എണ്ണത്തിന് ഒരു മെയിൽ ഡോങ്കി എന്ന നിലയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം, മൂത്രം എന്നിവ കെട്ടിക്കിടക്കാതെ ഒഴുകിപ്പോകത്തക്ക രീതിയിൽ ഫ്ലോറ് ഒരു ചെരിച്ച് പ്ലാൻ ചെയ്യണം. 10 അല്ലെങ്കിൽ 14 അടി ഉയരമുള്ള ഒരു റൂഫ് സ്റ്റൈൽ സൂക്ഷിക്കണം. 10 അടി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ കച്ചി, ഈ വൈക്കോല് സൂക്ഷിക്കുമ്പോൾ അത് വെയിലിനൊരു തട കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് സൂക്ഷിക്കാനൊരു സ്റ്റേ ഏരിയയായി. മൂന്നാമത്തെ കാര്യം, ഈ ഷെൽട്ടർ ഷെഡിൽ മഞ്ഞ്, വെയിൽ, കാറ്റ്, മഴ എന്നിവയിൽ നിന്നൊരു ഷെൽട്ടർ ഷെഡ്, അതിൽ നിന്ന് എന്നും ഒന്ന് ഇറങ്ങി മണ്ണിലൊക്കെ ഒന്ന് മേയാൻ വിടുന്നത് അവരുടെ കുളമ്പുകൾക്കും ബലിഷ്ടമായ ഒരു ശരീരപ്രകൃതിക്കും നല്ലതാണ്. അപ്പോൾ തന്നെ ഇവർ ശരീരത്തിൽ വരുന്ന ചൊറിച്ചിലൊക്കെ മാറ്റാൻ നിലത്ത് കിടന്ന് ഉരുളാണ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ ഒരു സാധ്യത എന്നും. അപ്പോൾ ഷെൽട്ടർ ഷെഡ്, ഒരു മേയാനുള്ളൊരു ഏരിയ, പിന്നെ ഒരു 8 പെൺകഴുതകളും ഒരു ആൺകഴുതയും ഉള്ളൊരു ഫാമാണെന്ന് വരികിൽ അവിടെ നമുക്ക് ഏകദേശം ഒരു 1.5 ഏക്കർ പുല്ല്, സാധാരണ നാടൻ പുല്ല് ആടുകൾക്കും പശുക്കൾക്കും കൊടുക്കുന്നത് പുറമെ നമ്മൾ ഈ സൂപ്പർ നോയിറ്റർ, സൂപ്പർ നാപ്പിയർ, പിന്നെ CO1 മുതൽ CO5 വരെയുള്ള 3-4 തരം പുല്ലുകൾ ഇവർ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആഹാര രീതിയെക്കുറിച്ച് പറഞ്ഞാലാണ് കർഷകനത് കുറച്ചുകൂടി ഉപകാരപ്പെടുക. ആഹാര രീതി ഞങ്ങളിവിടെ ചെയ്യുന്നത് രാവിലെ 8 മണിക്കും 9 മണിക്കുള്ളിൽ ഒരു കഴുതയ്ക്ക് ഏകദേശം ഒരു 1.5 കിലോ വരെ വരാവുന്ന പുല്ല് ചോപ്പ് ചെയ്ത് അരിഞ്ഞ് കൊടുക്കുന്നു. ഏകദേശം ഒരു 12:30ക്കും 1:30ക്കുള്ളിൽ ഗോതമ്പ്, അരി, അതിനൊരു ക്രമമുണ്ട്, ഒരു ആനുപാതിക കണക്കുണ്ട്. 10 കിലോ ഗോതമ്പിന് ഒരു 2 കിലോ അരി എന്ന നിലയിൽ വേവിച്ച് നന്നായിട്ട് കുഴമ്പായി വേവിച്ചെടുത്ത് അതിലേക്ക് തേങ്ങാപ്പിണ്ണാക്കോ അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കോ, ഒപ്പം തന്നെ ചോളപ്പൊടി, പിന്നെ നവധാന്യങ്ങളുടെ പൊടി, ഉദാഹരണത്തിന് ചെറുപയർ, പയർ വർഗ്ഗങ്ങൾ, ഉണക്കപ്പയറിൻ്റെ, ഒപ്പം തന്നെ കടല, 3-4 തരം കടല, ഗ്രീൻ പീസ്, വൈറ്റ് പീസ്, ദെൻ മുതിര ഒക്കെ ചേർത്ത് പൊടിച്ച് അത് ഒരു 1-2 കപ്പ് ഒക്കെ ആനുപാതികമായൊരു കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് കുഴച്ച് അവർക്ക് ലഭ്യമാക്കും ഏകദേശം ഒരു 1:30ക്കുള്ളിൽ. വീണ്ടും വൈകുന്നേരം ഒരു 5:30-6 മണിക്കുള്ളിൽ രണ്ടാമത്തെ പുല്ലിൻ്റെ സെഷൻ, അതും ഈ പറഞ്ഞ പോലെ ഒരു 1.5 കിലോ ഒരാൾക്ക് കിട്ടത്തക്ക രീതിയിൽ പുല്ല് അരിഞ്ഞ് വെടിപ്പാക്കി കൊടുക്കും. പിന്നെ ധാരാളം വെള്ളം, ഒരു ബ്രാഹ്മണ്യ രീതി പോലെയാണ്. വളരെ ശുദ്ധ വെള്ളമേ കഴിക്കുകയുള്ളൂ. നല്ല വെള്ളം കണ്ടെങ്കിൽ കുടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ നിൽക്കും. ഇവരുടെ ഒരു രീതി നിലത്ത് കിടന്ന് ഉറങ്ങുന്നൊരു രീതിയില്ല, നിന്നുറങ്ങുന്ന ഒരു മൃഗമാണിത്. വളരെ റെയറായിട്ടാണ് കിടക്കുകയുള്ളൂ. അത്ര ക്ഷീണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും. അപ്പോൾ അതിന് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഏത് പ്രായത്തിലുള്ള കഴുതകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? അത് ഏത് ബ്രീഡാണ് നല്ലത്? ഒരു കഴുതയുടെ ഒരു പക്വമായ പ്രായം, മേറ്റിങ്ങിനുള്ള പ്രായം 12 മാസം, 1 വയസ്സ് അല്ലെങ്കിൽ 14. ഞാൻ കണ്ടിരിക്കുന്നത് ഇവിടെ ചിലപ്പോഴൊക്കെ ഒരു പ്രീമച്വർ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിടുന്നത് വളരെ 1 വയസ്സിലൊക്കെ മീറ്റിംഗ് നടന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ മീറ്റിങ്ങിനൊരു പോസിബിലിറ്റി വരുത്തുന്നത് 14 മുതൽ 18 മാസം, അപ്പോൾ നല്ല മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഡോങ്കി. സാധാരണഗതിയിൽ ഈ മീറ്റിങ്ങിനുള്ള മെയിൽ ഡോങ്കികളും നല്ല രീതിയിൽ അവർക്ക് പ്രോട്ടീൻസൊക്കെ കൊടുത്ത് നിർത്തണം, വളർത്തിയെടുക്കണം. ധാരാളം വെള്ളം കുടിക്കാൻ, അതുപോലെ തന്നെ മുട്ട, പ്രോട്ടീൻ കണ്ടന്റുള്ള മറ്റു ഇനങ്ങളെല്ലാം ഈ മെയിൽ ഡോങ്കിക്ക് കൊടുത്ത് നല്ല പരിപാലനം നിർത്തിയാലാണ് നല്ല ബലിഷ്ഠരായ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ തരുന്നത് കണ്ടിരിക്കുന്നത്. ഇവിടെ സാധാരണ ഞങ്ങൾക്ക് കൂടുതലുള്ള വർഗം ഹൈബ്രിഡ് ഐറ്റംസ് ഉണ്ട് എന്ന് വരികിലും ഏറ്റവും കൂടുതൽ നാടൻ കഴുതകൾ, പാൽ വർഗം, അതാണ് നമുക്ക് കൂടുതലുള്ളത്. അതിൽ ഒരു കഴുതയെ നമ്മൾ മിൽക്കിംഗ് രീതികൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഒരു കഴുത പ്രസവിച്ചാൽ അതിനൊരു 10-15 ദിവസത്തോളം ആ കുഞ്ഞിന് പൂർണ്ണമായും പാല് കുടിക്കാനായിട്ട് വിട്ടുകൊടുക്കണം. ഞാൻ ചെയ്യുന്ന രീതി 15 ദിവസം നമ്മൾ പാല് കറന്നെടുക്കുകയില്ല. 16-ാം ദിവസം ഒരു 150-200 മില്ലിക്ക് അടുത്തെടുക്കും. പകൽ സമയം മുഴുവൻ കുടിക്കാൻ വിടും. രാത്രി കാലങ്ങളിൽ ഈ മിൽക്കിങ് ആരംഭിക്കുന്ന 16-ാം ദിവസം മുതൽ രാത്രി കാലങ്ങളിൽ
കുഞ്ഞിനെ ഒന്ന് മാറ്റിക്കെട്ടും. കുഞ്ഞിനെ നമ്മൾ പരിപാലിക്കേണ്ട രീതി ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകും. മൂത്രം, ഇവരുടെ ചാണകം എന്നിവയിൽ കുഴമ്പ് പോലുള്ളൊരു രൂപത്തിൽ ഇവർ കിടക്കാനിടയായാൽ സോഫ്റ്റ് സ്കിന്നായ ഈ അടിവശത്ത് പെട്ടെന്ന് മുറിവുകളുണ്ടാവും. പിന്നെ ആ പ്രതലം നല്ല സൂക്ഷ്മതയോടെ നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ ഈ അടിഭാഗത്ത് കിടന്ന് ഉരയുന്ന ഭാഗത്തുണ്ടാകുന്ന ചെറിയ മുറിവുകളിൽ പെട്ടെന്ന് വ്രണങ്ങൾ വന്ന് പുഴു വന്ന് ചാകാനിടയാകും. അതുകൊണ്ട് അമ്മയോടൊപ്പം രാത്രി നിർത്തുന്ന രീതി ഇല്ലാത്തത് കൊണ്ട് നീക്കി വളരെ നല്ല പെർഫെക്റ്റ് ക്ലീൻ ആയിട്ടുള്ള കൂടുകളിലാണ് കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത്. രാത്രി കാലങ്ങളിൽ നീക്കിയിട്ടാലാണ് നമുക്ക് രാവിലെ കറക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്വാണ്ടിറ്റി മിൽക്ക് ലഭിക്കുക. ഒരു നല്ല പ്രായമുള്ള വർഗത്തിൻ്റെ കഴുത വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 350-400 മില്ലിയാണ്. കുഞ്ഞിൻ്റെ പരിപാലന ആദ്യത്തെ 1, 2, 3 മാസങ്ങളിൽ പാല് കുടിക്കാനുള്ളത് കൊണ്ട് ഈ 300-350 മില്ലിയിൽ ആദ്യത്തെ രാവിലത്തെ മിൽക്കിംഗ് സെഷനിൽ നമ്മൾ എടുക്കുകയുള്ളൂ. ഇനി ഹൈബ്രിഡ് ആയിട്ടുള്ള കഴുത വർഗത്തിൽ എനിക്കിവിടെ 880-900 1000 മില്ലി 1 ലിറ്റർ വരെ പാല് തരുന്ന 3-4 കഴുതകളുണ്ട്. അത് ഹൈബ്രിഡാണ്. പരമാവധി കപ്പാസിറ്റി 1 ലിറ്റർ അല്ലേ? പരമാവധി ഞാൻ എൻ്റെ ഫാമിൽ ലഭിച്ചുള്ള അത്രയാണ്. സാധാരണഗതിയിൽ ഈ നാടൻ പാൽവർഗം കഴുതകളെല്ലാം തരുന്നത് 350 മില്ലിയാണ്. പിന്നെ ഒരു നേരമേ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമ്മൾ മിൽക്കിങ് നടത്തുന്നുള്ളൂ. ഈ ഹൈബ്രിഡ് ഐറ്റംസ് നല്ല ബലിഷ്ഠരും വലിപ്പം കൂടുതലും ഒക്കെ ഉള്ളവരാണ്. അത് നമുക്കൊരു 850-900 മില്ലിയൊക്കെ നോർമലി എല്ലാ ദിവസവും നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ശരാശരി 9 കഴുതകളിൽ നിന്ന് 3.5 എന്നുള്ളത് 4-4.5 ലിറ്റർ പാല് ലഭിക്കുന്നത്. പാല് കൊണ്ടുള്ള ഉപയോഗത്തെക്കുറിച്ച് സൂചിപ്പിച്ചതിൽ ഇവിടെ ഞങ്ങൾക്കൊരു ഫ്രീസിങ് സിസ്റ്റമാണ്. പാല് സൂക്ഷിക്കേണ്ടത് ചിലർ ചോദിക്കും, അത് കാച്ചി തിളപ്പിച്ച് വെക്കണോ എന്നല്ല. സാധാരണഗതിയിൽ പാല് കറന്നെടുക്കുമ്പോൾ അതിൽ വീഴുന്ന രോമം, കരടുകളൊക്കെ ഇവിടെ തന്നെ രോമങ്ങൾ കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അരിച്ചു മാറ്റി ഒരു ഡബിൾ പ്രോസസ്സാണത്. ഒരു അരിക്കലല്ല, നല്ല ക്ലീൻ ആൻഡ് ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കേണ്ടതുകൊണ്ട് അത് വളരെ നല്ല മേന്മയേറിയ നെറ്റിൽ 2 തവണ അരിച്ചെടുത്ത് 1 ലിറ്റർ ബോട്ടിൽ, അത് ബോട്ടിലും നമുക്ക് വളരെയേറെ ഈ ഡ്രിങ്ക് ആൻഡ് ഈറ്റ് എഡിബിൾ ഐറ്റംസ് സൂക്ഷിക്കുന്ന പ്രത്യേകതരം പ്ലാസ്റ്റിക് ടിന്നുകളിലാണ് സൂക്ഷിക്കുന്നത്. അതിന് ശരാശരി 25-30 രൂപ ഒരു 1 ലിറ്റർ പ്ലാസ്റ്റിക് ഡ്രംസിനുണ്ട്, ബോട്ടിൽസിനുണ്ട്. അതിൽ നമ്മൾ സൂക്ഷിക്കുന്നത് ഏകദേശം 6 മാസം ഒരു കേടും വരാതെ വളരെ ചിൽഡായിട്ട് പാല് സൂക്ഷിക്കാറുണ്ട്. അത് വീണ്ടും ഒരു ലിക്വിഡ് ലെവലിലേക്ക് എത്താൻ മിനിമം 4 മുതൽ 6 മണിക്കൂർ പുറത്ത് വെച്ചാലാണ് അതൊരു ലിക്വിഡ് ഫോമിലേക്ക് എത്തുകയുള്ളൂ. കൂടുതൽ സൂക്ഷിക്കുന്ന പാല് നമ്മൾ എടുക്കുമ്പോൾ അല്പമൊക്കെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ചും കൂടിയൊക്കെ ഒരു നെയ്യ് അല്ലെങ്കിൽ അതിൻ്റെ നല്ല ആ ഫാറ്റ് എലമെൻറ്റ് ഒന്ന് കട്ടിയായി നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ അല്പസമയം കഴിഞ്ഞാൽ അത് വീണ്ടും സാധാരണ രൂപത്തിലെത്തും. രോഗികൾക്ക് പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭസ്ഥരായ അമ്മമാർക്ക് ദിവസേന കുടിക്കുന്നത് വളരെ അഡ്വൈസബിളാണ്. 50 മില്ലി പാല് ഡെയിലി. പ്രത്യേകിച്ച് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്: തിളയ്ക്കുന്ന ഒരു നല്ല കലത്തിലെ വെള്ളത്തിൽ ഒരു സ്റ്റീൽ പിഞ്ഞാണത്തിൽ കുടിക്കാനുള്ള പാല് ഒഴിച്ച് ഒരു 60 അല്ലെങ്കിൽ 80 വരെ അല്ലെങ്കിൽ 1 മിനിറ്റ് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ മീതെ വെച്ച പാത്രത്തിൽ പാലൊഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുടിക്കാവുന്ന പാകത്തിനാകുമ്പോൾ കുടിക്കാം. കുറേയും കൂടിയും ആരോഗ്യകരമായി പറയുക പാല് അരിച്ച് കഴിഞ്ഞ വഴിക്ക് നേരിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. എന്നോട് ചോദിക്കാറുണ്ട്, ഫാദർ കഴിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ശാരീരിക അസ്വസ്ഥതകൾക്കൊക്കെ തോന്നുന്ന സമയത്ത്, ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ഒരു 100-150 മില്ലി പാലൊക്കെ കഴിക്കാറുണ്ട്. ഞങ്ങളുടെ ടീം മെമ്പേഴ്സും ഈ അരിച്ചെടുത്ത പാല് ഉടനെ ആഹരിക്കുന്ന രീതിയും ഞങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട്. വളരെ ആരോഗ്യപരമായ ഉപയോഗമുള്ള കാര്യമാണ് കഴുതയുടെ പാല്. ഒട്ടും സംശയിക്കേണ്ടതില്ല. കുഞ്ഞുങ്ങൾ, അമ്മമാർ എന്നിവർ ഇത് ആഹരിക്കുകയാണെങ്കിൽ രോഗസ്ഥിതി അല്ലെങ്കിൽ മരുന്ന്, ഹോസ്പിറ്റൽ, ഡോക്ടർ എന്നീ പദങ്ങളെ അവരുടെ ജീവിതത്തിൽ പറയേണ്ടി വരില്ല. അത്രയും
ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്നതാണ് കഴുതപ്പാൽ. ഫാദറെ, കഴുത രോഗപ്രതിരോധ ശേഷിയിൽ വളരെ പേരുകേട്ടവരാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ കുളിപ്പിക്കാൻ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അല്ലേ? സാധാരണഗതിയിൽ മഴ, വെയിൽ, മഞ്ഞ്, കാറ്റ്, രാത്രികാലങ്ങളിൽ ഇവരൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു വലിയ പരിപാലനം വേണ്ടാത്തൊരു വർഗ്ഗമാണ്. പക്ഷെ നമ്മുടെ സ്വന്തം ആയിട്ട് നമ്മൾ പരിപാലിക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ 3 സ്റ്റേജ്: ഷെൽട്ടർ ഷെഡ്, മേയാനൊരു കോമ്പൗണ്ട് വാള്, ദെൻ നന്നായി വളർത്തുന്ന പുല്ലിൻ്റെ ഒരു ഏരിയ. ഇവരെ കുളിപ്പിക്കുക എന്നുള്ള കാര്യം സ്വതവേ ഇല്ല. പക്ഷെ ഞങ്ങളിവിടെ ഒരു 2.5-3 മാസം കൂടുമ്പോൾ നന്നായി വെള്ളമൊഴിച്ച് ഇത്തിരിയൊക്കെ ഒരു ഡിറ്റർജൻറ്റ് ടൈപ്പ് സോഫി വാട്ടറൊക്കെ ഒന്ന് ചേർത്ത് തുടച്ച് ഉണക്കി ചീകി കൊടുക്കും. അല്ലാത്ത പക്ഷം അവർക്ക് ചില രോഗങ്ങൾ. സാധാരണഗതിയിൽ ഒരു കഴുതയ്ക്ക് വരുന്ന ഏറ്റവും പ്രശ്നപൂരിതമായ ഒരു രോഗം എന്ന് പറയുന്നത് സ്കിൻ ഡിസീസാണ്. അത് ഒരു പക്ഷേ പുല്ല് അല്ലെങ്കിൽ തീറ്റ ഇനങ്ങളിൽ നിന്ന് വരാവുന്ന, ഹൈജീനിക് അല്ലാതെ വരുന്ന സമയങ്ങളിൽ മുഖത്ത് ഒരു കുരുക്കൾ വരാം. അത് ഒരു വലിയ വ്രണമായി മാറാം. പിന്നെ അതിനാൽ തന്നെ പക്ഷേ ഒരു വലിയ രോഗം വന്ന് കഴുത ചത്തു എന്ന് പറയുന്ന രീതിയില്ല. പിന്നെ കൂടുതൽ അരി അല്ലെങ്കിൽ വേവിച്ച ചോറ്, കഞ്ഞിവെള്ളം കൂടുതലാവാൻ പാടില്ല. അവർക്ക് ഈ അയ വെട്ടുന്നൊരു മൃഗമല്ലല്ലോ അത്. മാത്രമല്ല ഇവരുടെ ചാണകത്തിനോ മൂത്രത്തിനോ നമ്മൾ കർഷകൻ പരിമിതമായ ഒരു സ്ഥലത്ത് ഇവരെ മേയിച്ച് വളർത്തുകയാണെങ്കിൽ തന്നെ അയൽവാസികൾക്ക് വഴക്കിന് വരാൻ കാര്യമില്ല. കാരണം ചാണകത്തിനും മൂത്രത്തിനൊന്നും മണമില്ല, സ്മെല്ലില്ല. പിന്നെ ഇതിൻ്റെ പ്രോഡക്ട്സിൽ നമ്മൾ പാല് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ഡോങ്കി ഡങ്, ചാണകം, അതൊരു നല്ല മുതിർന്നൊരു കഴുതയുടെ 60 പീസ്, ഒരു കിഡ്നി ആകൃതിയിലാണ് ഇവരുടെ കാഷ്ടം വരിക. അത് ഒരു 60 പീസ് ഉണക്കുകയാണെങ്കിൽ, നന്നായിട്ട് ഉണങ്ങി വരുന്നൊരു ആ ചാണകം 1 കിലോ ഏകദേശം വരും. ഒരു ചെറിയ വിഭാഗം, ഒരു 8 മാസം 10 മാസമൊക്കെ പ്രായമുള്ളവരുടെ ആണെങ്കിൽ ഒരു 80 പീസസ് നമുക്ക് കൈകൊണ്ട് എടുക്കാം. ഒരു ഓയിലി ടൈപ്പാണ്, കയ്യിൽ അഴുക്കാവില്ല, സ്മെല്ലില്ല. മാത്രമല്ല ആയുർവേദിക്കായിട്ടുള്ള മരുന്നുകൾക്ക് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ചാണകവും മൂത്രവും. 1 കിലോ ചാണകം ഉണക്കി കൊടുത്താൽ അതിന് ഏകദേശം 800 രൂപ വില ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മൂത്രം, അതിനൊരു സ്പെഷ്യൽ ബാഗ് അതിൻ്റെ ശരീരത്തോട് ചേർത്ത് കെട്ടിവെച്ച് പ്യുവർ മൂത്രം എടുത്ത് 350-400 രൂപ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് മേഖലയിൽ ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്ത് ഫോണിലൂടെ, അല്ലെങ്കിൽ ഞങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് ഇവിടെ ഫാം തുറന്ന് കൊടുത്ത് കാണാനും, ഈ പുതിയ ഇവരുടെ ആഹാര രീതി, വളർത്തൽ പരിപാലന, ഷെഡ് എന്നിവയ്ക്ക് നിങ്ങൾക്കൊരു വന്ന് കാണാൻ അവസരമുണ്ട്. എല്ലാ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെ അവസരമുണ്ട്. ഫാം പാർക്ക് ഇന്ത്യ തൃശ്ശൂർ ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ നമ്പർ 9947453309. സ്നേഹപൂർവ്വം ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ, തൃശ്ശൂർ അതിരൂപതയിൽ സേവനം ചെയ്യും.